നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു പഴയ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള പഴയ ഒരു സെറ്റിങ്സ്. എന്നാൽ അധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അത് ഉപയോഗിക്കാറില്ല, അതിൻ്റെ ആവശ്യം എന്താണെന്ന് പല ആളുകൾക്കും അറിയുമില്ല. അപ്പോൾ ഏതാണ് ആ ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു ആപ്പ് ഉണ്ടാകും, ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ആപ്പാണ് ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നുള്ളത്. നമുക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടോ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടോ ഒക്കെ നമുക്ക് എവിടെയാണോ ഉള്ളതെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അധികം ആളുകൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ആരുടെയെങ്കിലും മറ്റ് രാജ്യക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്യ രാജ്യക്കാരുമായി ചാറ്റ് ചെയ്യുന്ന ആളുകളാണ്. ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഇംഗ്ലീഷ് അറിയാത്തവരോ ഹിന്ദി അറിയാത്തവരോ ഒക്കെ ഉണ്ടാവും. ഇനി ഒരു ബംഗാളിയുമായി ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ബംഗാൾ ഭാഷ അറിയാത്ത ആളുകളുണ്ടാവും. അവർക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ചാറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്ന് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ, ഒരു ബട്ടൺ എനേബിൾ ചെയ്യാനുണ്ടാവും, ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കും, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും ഷോ ഫ്ലോട്ടിംഗ് ഐക്കൺ എന്നുള്ളത്, ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ജസ്റ്റ് മാനേജ് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഒരു പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നുള്ളത് ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിനി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ക്രീനിൽ ഇതുപോലൊരു ബബിൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ബബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രാജ്യക്കാരുമായിട്ട് ചാറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും രാജ്യക്കാരുമായി ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഞാനിവിടെ വാട്സപ്പിനകത്തൊരു ഇംഗ്ലീഷ് മെസ്സേജ് എടുത്തിരിക്കുകയാണ്, ഇതൊക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതുപോലെ നമ്മുടെ വാട്സപ്പിൽ നിന്നൊരു കോപ്പി ചെയ്യണം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മാത്രം മതി. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഒരു ഐക്കൺ കാണും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഇംഗ്ലീഷ് മെസ്സേജ് ഞാൻ ഹിന്ദിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ ഹിന്ദി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. മലയാളത്തിലേക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടും. ഇവിടെ നമുക്ക് ഇതിനകത്തുള്ള പ്രത്യേകത, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ആൻസർ, ഇപ്പോൾ ഒരു ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ വെച്ചിട്ട് താഴെ കാണുന്ന ഭാഗത്ത് ന്യൂ ട്രാൻസ്ലേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് ലാംഗ്വേജാണോ വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് എവിടേക്കും പോകണ്ട, ബാക്ക് ബട്ടൺ ക്ലിക്ക് അടിച്ചാൽ വാട്സപ്പിൽ തന്നെ കാണും. വേറെ എവിടേക്കും പോകണ്ട, നമുക്ക് വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് ലാംഗ്വേജിലുള്ള, ഏത് ഭാഷയിലുള്ള ആളുകളുമായിട്ടും വളരെ ഈസി ആയിട്ട് ഇടതടവില്ലാതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ബബിൾ നിങ്ങൾ സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, ഈ ബബിൾ നിങ്ങൾ സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്തൊരു ഇൻറ്റു ബട്ടൺ കാണും, അതിനകത്ത് കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി. അതങ്ങ് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ ഈ ബോക്സിലും ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹൈഡ് ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ അതങ്ങ് പോകും. ഇത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊണ്ടുവന്ന സമയത്തെ ഉള്ളൊരു ഫീച്ചറാണ്. പക്ഷേ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം.